പ്രിയപ്പെട്ട അധ്യാപകരെ, 2024-25 അധ്യയന വർഷത്തിലെ യുഡൈസ് ഡേറ്റ എൻട്രിയുടെ സമയമായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ വർഷം ആദ്യം 2023-24 അധ്യയന വർഷത്തിൽ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികളെ ഈ വർഷത്തെ ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ ചെയ്തു. അതിനെ തുടർച്ചയായി ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, ഈ വർഷത്തിൽ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ യുഡൈസ് പ്ലസിൽ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിനുശേഷമാണ് മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്ന കാര്യം അതുതന്നെയാണ്. 2024-25 അധ്യയന വർഷത്തിൽ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ യുഡൈസ് പ്ലസിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. കാരണം പല വിദ്യാർത്ഥികളും മറ്റ് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടാവും. അതല്ല എങ്കിൽ കഴിഞ്ഞ വർഷത്തെ അധ്യാപകൻ ക്ലാസ് പ്രൊമോഷൻ കൊടുത്തപ്പോൾ മറ്റേതെങ്കിലും ക്ലാസ്സിലേക്ക് ഡിവിഷൻ മാറി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ കുട്ടികൾ തന്നെ ഡിവിഷൻ മാറി ക്ലാസ് മാറി ഇരുന്നിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നിലവിൽ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും യുഡൈസ് പ്ലസിൽ നമ്മുടെ ക്ലാസ്സിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. അതല്ല എങ്കിൽ അവരെ നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെല്ലാവരും യുഡൈസ് പ്ലസിൽ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് ചെയ്യേണ്ടതെന്ന് പറയാൻ പോവുകയാണ്. ഒന്നെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ ഓപ്പൺ ചെയ്ത് അതിൽ യുഡൈസ് പ്ലസ് നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം തുടർന്ന് വരുന്ന വിൻഡോയിൽ യുഡൈസ് പ്ലസ് സ്റ്റുഡൻറ്റ് മൊഡ്യൂൾ അതാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതിൻ്റെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ ചിലപ്പോൾ ചില അധ്യാപകരുടെയൊക്കെ ഫോണിൽ ചിലപ്പോൾ യുഡൈസ് പ്രൊഫൈൽ ഫസ്റ്റ് വരും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് യുഡൈസ് പ്ലസ് ടീച്ചേഴ്സ് മൊഡ്യൂളൊക്കെ ഫസ്റ്റ് വരും. പക്ഷേ അതല്ല, യുഡൈസ് പ്ലസ് സ്റ്റുഡൻറ്റ് മൊഡ്യൂളാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ഇവിടെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ കൊടുക്കുക. ഇവിടെ മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, ഇത് ഒരു മൊബൈൽ കാണുന്ന പോലെയാണ്. ഒന്നും കൂടി വാസ്റ്റായിട്ട് കാണണമെങ്കിൽ മുകളിലെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഡെസ്ക് ടോപ്പ് സൈറ്റ്, അതായത് നമ്മളൊരു സിസ്റ്റത്തിൽ എങ്ങനെ കാണുന്നത് അതേപോലെ കാണാം. അപ്പോൾ കുറച്ചും കൂടി ഒരു യൂസർ ഫ്രണ്ട്ലി ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലായിട്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ ഡെസ്ക് ടോപ്പ് സൈറ്റ് രൂപത്തിലോ അല്ലെങ്കിൽ സാധാ ഫോണിൽ കാണുന്ന രീതിയിൽ ചെയ്യാം. അത് സ്വന്തം ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കേരള സെലക്ട് ചെയ്തു, ഗോ കൊടുത്തു. ഇവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക. യൂസർ ഐ ഡി കഴിഞ്ഞ വർഷത്തെ തന്നെയാണ്. പാസ്വേഡിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ അത് ഷെയർ ചെയ്തു തരാം. അതിനുശേഷം ക്യാപ്ച തെറ്റ് കൂടാതെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യുക. ഈ വർഷത്തെ കുട്ടികളെല്ലാവരും നമ്മുടെ ക്ലാസ്സിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിൽ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2024-25 അക്കാദമിക് ഇയർ ഇതാണ് നമ്മൾ ഈ റെഡ് കാണുന്നതാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അത് ഓപ്പൺ ചെയ്യുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്ലാസ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഇൻ്റർഫേസ് വരുമ്പോൾ ക്ലോസ് ചെയ്യുക. താഴത്തേക്ക് നീക്കുമ്പോൾ 1 A B C D E F അങ്ങനെ ഓരോ ക്ലാസ്സും കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലാസ് ഇല്ല എങ്കിൽ ഈ സൈഡിൽ ഒരു ആരോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ് മൊത്തം കാണും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ എൻ്റെ ക്ലാസ്സായ 2B അതിൽ 16 ബോയ്സും 18 ഗേൾസും നിലവിൽ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിവിടെ സൈഡിൽ വ്യൂ ആൻഡ് മാനേജ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ മൊത്തം കുട്ടികൾ ഇതിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡെസ്ക് ടോപ്പ് വ്യൂ ആണെങ്കിൽ ഒന്നും കൂടി മൊത്തമായിട്ട് നമുക്ക് വാസ്റ്റായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് ആ രീതിയിലാണെങ്കിൽ സൈഡ് ബാറൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ 38 കുട്ടികളുണ്ട്. നിലവിൽ ഇതിൽ അത്ര കുട്ടികൾ കാണുന്നില്ല, 36 കുട്ടികളായിട്ട് ഉള്ളൂ. അപ്പോൾ
ബാക്കി കുട്ടികൾ മറ്റു സ്കൂളിൽ നിന്ന് വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഡിവിഷൻ മാറി കയറിയതായിരിക്കാം. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി ഏതൊക്കെ കുട്ടികളാണ് ഇല്ലാത്തത് എന്ന് നിങ്ങൾ കണ്ടെത്തി വയ്ക്കുക. മറ്റ് സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടി ഏത് സ്കൂളിൽ നിന്നാണ് വന്നത് എന്നും കൂടി ഒരു പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യാൻ സിമ്പിളാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഓരോ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാവരും നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടോ എന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഇത്രയും കാര്യങ്ങൾ ആദ്യം ചെയ്യുക. ഓക്കെ, ഇത്രയും പറഞ്ഞ് മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.